എനിക്ക് കൂടെയുള്ളത് അനുരൂപാണ്. ഇന്ന് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ള ഗസ്റ്റ് പ്രേക്ഷക ഹൃദയം നിറച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഏറ്റവും പുതിയ സിനിമ കിഷ്കിന്ധാ കാണ്ഡത്തിന്റെ എഴുത്തുകാരനും അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫറുമായിട്ടുള്ള ബാഹുൽ രമേശാണ് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ബാഹുൽ രമേശ് സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. ആദ്യമായിട്ട് എഴുതാനുള്ള ഒരു ശ്രമം നടത്തി നോക്കി കിഷ്കിന്ധാ കാണ്ഡത്തിലൂടെ. അപ്പൊ ആ നിലയ്ക്ക് ഇതെന്റെ ഒരു ഡെബ്യൂ ആണ്, ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിലാണ്. വെൽ, ആസിഫ് അലി എന്നുള്ള ആക്ടർ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മനോഹരമായ സമയങ്ങളിലൂടെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ കിഷ്കിന്ധാ കാണ്ഡത്തിലേക്ക് വരികയാണെങ്കിൽ ആസിഫ് അലി എന്നുള്ള ആക്ടർ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ള കാര്യം, ഈ സ്ക്രിപ്റ്റ് ആദ്യം കണ്ടപ്പോൾ തന്നെ ആ സിനിമ ആക്കണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുകയും അത് നിങ്ങൾ അപ്പം തന്നെ അത് ഓണാക്കുകയും ചെയ്തു എന്ന രീതിയിലൊരു അല്ലെ, അങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്നു. അപ്പം ഇത്രയും ഇംപ്രസീവ് ആയിട്ട് ഒരു ആക്ടറിനെ പിച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗഹൃദം ഉണ്ടെങ്കിൽ പോലും ഒരു ആക്ടറിനെ കൺവിൻസ് ചെയ്യുക, പിച്ച് ചെയ്യുക എന്നുള്ളത് വീണ്ടും ഒരു ഘടകം തന്നെയാണല്ലോ. ഞാനിപ്പോ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ദിജിത്തേട്ടനെ വായിക്കാൻ കൊടുത്തു. ചേട്ടാ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറയൂ. അപ്പൊ ചേട്ടൻ വായിച്ചപ്പോൾ ചേട്ടന് ഇഷ്ടമായി, നമുക്കിത് ചെയ്യാടാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇനി എങ്ങനെ ഇത് പ്രൊജക്ട് ആക്കാണെന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ആസിക്കയുടെ അടുത്ത്, ആസിക്കയാണ് നമുക്ക് രണ്ടുപേർക്കും, ഞാൻ ആക്ച്വലി 5 സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ക്യാമറമാൻ എന്നുള്ള രീതിയിൽ, ഇത് ഉൾപ്പെടെ കേട്ടോ, കൃഷ്ണനാണ്ട് ഉൾപ്പെടെ. അപ്പോ എല്ലാ സിനിമയിലും ആസിക്ക ഉണ്ടായിരുന്നു കൂടെ. അപ്പോ ഒരെണ്ണം ആസിക്ക ലീഡായിട്ട് ചെയ്യുന്ന പടം പോലും ആയിരുന്നില്ല. പക്ഷെ എന്നാലും അതിൽ എന്തോ ഒരു ഡിവൈൻ കോയിൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ അതിൽ ക്യാമിയോ റോളില് ആസിക്ക വരികയും ചെയ്തു. അപ്പൊ ആസിക്ക കന്ന് വന്നപ്പോ ആസിക്ക പറഞ്ഞു, ചേട്ടാ ഞാനില്ല, നീ ഒന്നുകൂടെ സിനിമ ചെയ്യണ്ട ഒരു കമന്റ് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തോ അതിന്റെ തന്നെ ഒരു കൾമിനേഷൻ പോലെയാണ് കറക്റ്റ് ആദ്യമായിട്ടൊരു എഴുത്ത് ശ്രമം നടത്തിയപ്പോ അതിലും കൃത്യമായിട്ട് ആസിക്ക തന്നെ വരുന്നു എന്ന് പറഞ്ഞപ്പോ അത് ഭയങ്കര സന്തോഷമായി. അതിലും ആസിക്കയുണ്ട്, എല്ലാ ആസിക്കയുടെ കൂടെ തന്നെ എന്നുള്ള രീതിയിൽ. അപ്പോ ഡയറക്ട്ലി ആസിക്കയുടെ അടുത്ത് പോയിട്ട് നരേറ്റ് ചെയ്യാൻ കൂടുതൽ അങ്ങനെ വലിയ ചിന്തകളൊന്നുമില്ല. അപ്പൊ ആസിക്ക നമുക്ക് തരുന്നൊരു സ്പേസും അടുപ്പവും ഭയങ്കര കംഫർട്ട് ആയിട്ടുണ്ടാവും. അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കാം. കാരണം അല്ലെങ്കിൽ തന്നെ ആസിക്കയായിട്ടൊരു ഭയങ്കര ബ്രദർലി ആയിട്ടുള്ളൊരു അഫെക്ഷൻ ഉണ്ട് എനിക്ക്, ഫ്രണ്ട് ആയിട്ടുള്ളൊരു അഫെക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ ചേട്ടന്റെ അടുത്ത് കഥ പറയുന്ന അതേ ലാഘവത്തോടെ തന്നെ ഒട്ടും ടെൻഷൻ ഇല്ലാതെ അങ്ങോട്ട് നരേറ്റ് ചെയ്യാൻ പറ്റി ഫുള്ളായിട്ട്. അപ്പൊ ആ ഒരു ബന്ധു അടുപ്പം കൊണ്ട് ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് ആണ് നരേറ്റ് ചെയ്തത്. ആക്ച്വലി 1 ലൈൻ പറയല്ല ചെയ്തത്. അപ്പൊ നാസിക്ക ഒരു ഫുൾ സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്യാം, 1 ലൈൻ പറയാതെ ഇത് നരേറ്റ് ചെയ്യാം, അതായിരിക്കും നല്ല. ഓക്കേടാ, നിനക്ക് ഓക്കെ, നിനക്ക് കംഫർട്ടബിൾ എന്ന രീതിയിൽ നീ പറഞ്ഞത്. അപ്പൊ അതൊക്കെ വലിയൊരു, അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യണ്ടേ, അത്രയും തിരക്കുള്ള ഒരാളൊരു 2 hours നമുക്ക് മുന്നിൽ കഥ കേൾക്കാൻ ഇരിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗ്രേറ്റ്നെസ് ആണ്. അപ്പൊ അതിനൊക്കെ ആസിക്ക വില്ലിങ് ആയത് കൂടിയാണ് അങ്ങനെ അന്നത് ആ നരേഷൻ തൃപ്തികരമായ രീതിയിൽ അത് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നത്. ഓക്കെ, ഗ്രേറ്റ്. ഇതിനോടൊപ്പം തന്നെ മറ്റ് ആക്ടേഴ്സ് എല്ലാവരും അവരുടെ കഥാപാത്രങ്ങൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അപർണ ബാലമുരളി ആയിക്കഴിഞ്ഞാലും, വിജയരാഘവൻ ചേട്ടൻ ആയിക്കഴിഞ്ഞാലും, ജഗദീഷ് ചേട്ടനൊക്കെ ആയിക്കഴിഞ്ഞാലും, എസ്പെഷ്യലി ബാക്കി 2 പേർ അല്ലെ, വിജയരാഘവൻ എന്നുള്ള ആക്ടറും ഒപ്പം തന്നെ അപർണ ബാലമുരളി, ഈ കോമ്പിനേഷൻ, ഈ കഥാപാത്രം എഴുതപ്പെടുന്ന ഒരു ഘട്ടം മുതൽ വിജയരാഘവൻ എന്ന് പറഞ്ഞ ആക്ടറിന്റെ മുഖമുണ്ടായിരുന്നു ആ കഥാപാത്രത്തിന്? ഇല്ല, അങ്ങനെയല്ല. ഇപ്പൊ എഴുതുമ്പോ ഈ പറഞ്ഞ ഒരു ഹുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ആരുടെയെങ്കിലും അങ്ങനെ ഓർക്കുന്നത് ആക്ച്വലി നല്ലതാണ്, നമുക്കൊരു ഡ്രൈവ് കിട്ടും. അപ്പൊ അത് പക്ഷെ ഓൾറെഡി ഇപ്പോ നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള ആൾക്കാരെ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബയസ്ഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ നമ്മൾ ലിമിറ്റ് ചെയ്യപ്പെടുക തോന്നുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും അതിന്റെ നല്ലതെന്ന് എഴുതി കംപ്ലീറ്റ് ആകുന്നത് വരെ. എന്നിട്ട് നമുക്കത് ആർട്ടിസ്റ്റ് ആരാണെന്ന് തീരുമാനിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനോട് അനുയോജ്യമായ ഇംപ്രൊവൈസേഷൻസും മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് നമുക്ക് ചെയ്യാലോ. അപ്പൊ ഇത് പക്ഷെ എഴുതുമ്പോ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് എന്തോ എൻ എം പിള്ള സാറിന്റെ ആത്മാത ഞാൻ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. അപ്പൊ പുള്ളി ആസ് എ പേഴ്സൺ, ആസ് എൻ ഇൻഡിവിജ്വൽ, പിന്നെ പുള്ളിയുടെ സിനിമകളിൽ നിന്ന് ഒക്കെ കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ പുള്ളിയുടെ മറ്റു ബുക്കുകളുണ്ട് നാടക റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പുള്ളിയെ കുറിച്ച് അറിയാമെന്നല്ല പറയണത്. എന്നാലും എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് പുള്ളിയെ കുറിച്ച് നമുക്ക് ഉണ്ടാക്കിയേക്കണ ഒരു ഇംപ്രഷൻ, ഒരു ഇമേജ് വെച്ചിട്ട് ആ ഇമേജ് വെച്ച് നല്ലൊരു ഡ്രൈവ് കിട്ടുമെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതായിരുന്നു മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എഴുതിയതിന് ശേഷമാണ് ഞാൻ ആദ്യം വായിക്കാൻ കൊടുക്കുന്നത്. അച്ഛനായിരുന്നു, അച്ഛൻ നല്ലൊരു വായനക്കാരനാണ്. അപ്പൊ അച്ഛനാണ് ആദ്യം വായിക്കാൻ കൊടുക്കുന്നത്. അപ്പൊ അച്ഛൻ വായിച്ച് മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അച്ഛനും ആദ്യത്തെ ഒരു കാസ്റ്റിംഗ് ഓപ്ഷനായിട്ട് പുള്ളി പറഞ്ഞത് വിജയരാഘവൻ ചേട്ടന്റെ കുട്ടേട്ടന്റെ പേരായിരുന്നു. പുള്ളി ചെയ്തു കഴിഞ്ഞാൽ ഇത് അസലായിരിക്കും എന്നുള്ള രീതിയിൽ അച്ഛൻ പറഞ്ഞു.